ഹൂതികൾ യു എസിനും ഇസ്രായേലിനും വലിയ തലവേദനയാകുന്നു. യമനിൽ യു എസ് ആക്രമിച്ചതിന് പിന്നാലെയാണ് യു എസിനെതിരെ കനത്ത തിരിച്ചടിയുമായി ഹൂതികൾ മുന്നോട്ട് പോകുന്നത്. യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നാണ് യു എസ് അവകാശപ്പെട്ടത്. എന്നാൽ സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് യു എസ് ആക്രമണം നടത്തിയതെന്ന് ഹൂതികളും ആരോപിച്ചു. എന്തായാലും യു എസിനെതിരെയും ഇസ്രായേലിനെതിരെയും ഹൂതികൾ ഒരേ സമയം ആക്രമണം നടത്തുകയാണ്. ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന യുദ്ധക്കപ്പൽ USS ഹാരിസ് ട്രൂമാനിൽ നിന്നാണ് യു എസ് യമനിലേക്ക് ആക്രമണം നടത്തിയത്. ഇപ്പോൾ ഈ യുദ്ധക്കപ്പലിനെ തകർക്കാനുള്ള ശ്രമത്തിലാണ് ഹൂതികൾ. USS ട്രൂമാന് നേരെ മൂന്നാമതും ആക്രമണം നടത്തിയതായി ഹൂതികൾ അവകാശപ്പെട്ടു. കഴിഞ്ഞ 48 മണിക്കൂറിൽ യുദ്ധക്കപ്പലിന് നേരെ ഹൂതികൾ നടത്തുന്ന മൂന്നാമത്തെ ആക്രമണമാണിത്. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഹൂതികൾ യുദ്ധക്കപ്പൽ ആക്രമിച്ചത്. എന്നാൽ യുദ്ധക്കപ്പൽ ആക്രമിച്ചെന്ന റിപ്പോർട്ട് US സേന നിരാകരിച്ചു. 100 മൈൽ അപ്പുറത്ത് വെച്ച് തന്നെ ആക്രമണം പ്രതിരോധിച്ചെന്ന് US അവകാശപ്പെടുന്നു. ഹൂതി ഭീഷണികൾക്കിടയിലും യുദ്ധക്കപ്പൽ സജീവമാണെന്നും US സേന അറിയിച്ചു. യമനിലെ സനയിൽ തുടർച്ചയായി ആക്രമണം നടത്തുകയാണ് US. പിന്നാലെയാണ് ഹൂതികൾ മറുപടി നൽകിയത്. അതിനിടെ ഇസ്രായേലിലെ ബെൻ ഗുരിയോൺ എയർപോർട്ടിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഹൂതികൾ അവകാശപ്പെട്ടു. വിജയകരമായി ഹൂതികൾ ലക്ഷ്യം നേടിയതായി ഹൂതി സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹിയ സാരി ചൊവ്വാഴ്ച അവകാശപ്പെട്ടു. സൈറനുകളും സ്ഫോടനങ്ങളും ജെറുസലേമിലും ടെലവീവിലും മധ്യ ഇസ്രായേലിലും മുഴങ്ങി. യമനിൽ നിന്ന് തൊടുത്തുവിട്ട മിസൈൽ തകർത്തതായി ഇസ്രായേലും അറിയിച്ചു. അടിച്ചമർത്തപ്പെട്ട പലസ്തീൻ ജനതയെ പിന്തുണച്ചുകൊണ്ട് അവരുടെ ധീരമായ മഹത്തായ പ്രതിരോധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹൂതി മിസൈൽ സേന ബെൻ ഗുരിയോൺ എയർപോർട്ടിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി. 2 മിസൈലുകളാണ് ഇസ്രായേലിന് നേർക്ക് തൊടുത്തുവിട്ടത്. ഒന്ന് സുൽഫിക്കർ ബാലിസ്റ്റിക് മിസൈലും രണ്ടാമത്തേത് ഹൈപ്പർസോണിക് ഫലസ്തീൻ 2 മിസൈലും ഹൂതികൾ പറഞ്ഞു. ഹൂതി മിസൈലുകൾ ഇസ്രായേലിലേക്ക് പാഞ്ഞതോടെ സൈറനുകൾ മുഴങ്ങി. ഇസ്രായേൽ ജനത ബോംബ് ഷെൽട്ടറുകളിൽ അഭയം തേടിയതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണം നടന്നതായി ഇസ്രായേൽ സേന സ്ഥിരീകരിച്ചിട്ടുണ്ട്. മിസൈലുകളെ എയർ ഡിഫൻസ് സംവിധാനം വിജയകരമായി പ്രതിരോധിച്ചതായും സേന വ്യക്തമാക്കി. രാജ്യാതിർത്തി കടക്കുന്നതിന് മുമ്പ് തന്നെ മിസൈലുകളെ വെടിവെച്ചിട്ടതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. പ്രതിരോധിച്ചതിനെ തുടർന്ന് മിസൈൽ അവശിഷ്ടങ്ങൾ താഴേക്ക് പതിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. ആക്രമണത്തിൽ ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആക്രമണത്തെ തുടർന്ന് മധ്യ ഇസ്രായേലിലും ജെറുസലേമിന് സമീപമുള്ള ജൂത സെറ്റിൽമെൻറ്റുകളിലും സൈറൻ മുഴങ്ങി. കഴിഞ്ഞ ആഴ്ച മുതൽ ഇതുവരെ 6 തവണയാണ് ഇസ്രായേലിലേക്ക് ഹൂതികൾ ആക്രമണം നടത്തിയത്. ഇസ്രായേൽ ഗസയിൽ ആക്രമണം തുടങ്ങിയതോടെയാണ് ഇസ്രായേൽ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുമെന്ന് യമൻ സായുധ ഗ്രൂപ്പ് മുന്നറിയിപ്പ് നൽകിയത്. ഗസയിൽ ആക്രമണം അവസാനിപ്പിക്കുന്നത് വരെ ഇസ്രായേലിനെ ലക്ഷ്യമിടുമെന്നാണ് ഹൂതികളുടെ ഭീഷണി. ഹൂതി കേന്ദ്രങ്ങളെ തകർക്കാനാണ് യമനിൽ US അപ്രതീക്ഷിത ആക്രമണം നടത്തിയത്. ഇസ്രായേൽ ലക്ഷ്യമാക്കിയും ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന USൻ്റെ യുദ്ധക്കപ്പൽ ലക്ഷ്യമിട്ടും ഹൂതികൾ ഇപ്പോൾ തുടർച്ചയായി ആക്രമണം നടത്തുകയാണ്. യമനിലെ ഹൂതി വിമതരെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനം. ആക്രമണം കൂടുതൽ ശക്തമാക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി.